തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ഇപ്പോൾ 2-3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന തൂക്ക് നിയമസഭയെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ഇത് 2-3 ദിവസമായി, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ എന്താണ് ഇത്? BJP മുന്നോട്ട് വെക്കുന്ന അവർക്ക് ഒരു സർവേയിൽ 11 സീറ്റ് വരെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ബാക്കി എല്ലാ സർവേകളും 0 മുതൽ 3 കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഗതി, അതായത് BJP എവിടെ തുടങ്ങിയോ അവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു സൂചന, അതിൻ്റെ ജാള്യതയിൽ നിന്ന് മാറാനുള്ള ഒരു തന്ത്രമല്ലേ എന്നുള്ള ഒരു വിഷയമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. സർ, ഇവിടെ എന്താണ് കാണിക്കുന്നത്? BJP തങ്ങൾ ഇപ്പോഴും കേരളത്തിൽ റിലവൻ്റ് ആണ് എന്നുള്ളൊരു നറേറ്റീവ് എപ്പോഴും കൊണ്ടുവന്നിരിക്കുക. അത് മാത്രമല്ല, ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷന് മുമ്പേ പറഞ്ഞു, ഞങ്ങളൊരു നിർണായക ശക്തിയായിരിക്കും. കേരളത്തിലൊരു തൂക്ക മന്ത്രിസഭ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 7-8 കിട്ടുവാണെങ്കിൽ ഞങ്ങളായിരിക്കും തീരുമാനിക്കുന്നത് ആരാണ് ഭരിക്കാൻ പോകുന്നത് എന്ന്. ഇത് ഇന്നത്തെ സിറ്റുവേഷനിൽ താങ്കൾ പ്രത്യേകിച്ച് ഇന്ത്യ ടുഡേ മൈ ആക്സസിൻ്റെ ആ കാസ്റ്റ് കമ്മ്യൂണിറ്റി വൈസുള്ള വോട്ടിൻ്റെ ഒരു പോക്ക് എങ്ങനെയെന്നുള്ള ഒരു ഏകദേശ രൂപം നമ്മൾ കണ്ടതാണ്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവിടെ തൂക്കു മന്ത്രിസഭയുടെ ഒരു സൂചനയുമില്ല. പക്ഷെ ഇങ്ങനെ നറേറ്റീവ് വെക്കാൻ എന്താണ് സർക്കാർ? പക്ഷേ എനിക്ക് ചെറിയാൻ പറയുന്നതിൽ അത്ഭുതമില്ല. 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആഖ്യാന സൃഷ്ടി, അത് താങ്കളുടെ ഒരു കാര്യം നമുക്ക് BJPയുടെ ഇതുവരെയുള്ള അവരുടെ രാഷ്ട്രീയ ഇടപെടലിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അവർക്ക് എപ്പോഴും ജനവിധി തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് അറിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു പ്ലാൻ ഉണ്ട്, പ്ലാൻ ബി എവിടെയും. അതാണ് അവർ വെറും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പോലെ തിരഞ്ഞെടുപ്പിൽ മാത്രം സജ്ജമായി അതിനുവേണ്ടി നിൽക്കുന്ന പാർട്ടി മാത്രമല്ല, അവർ ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ദീർഘകാലം 100 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ രാഷ്ട്രീയ മുഖം മാത്രമാണ്. അപ്പോൾ ഇനി ഏത് തെരഞ്ഞെടുപ്പിലും അടുത്ത കാലത്ത് നമ്മൾ കണ്ട ബീഹാർ, മഹാരാഷ്ട്ര, തെലങ്കാനയിൽ, ആന്ധ്രയിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ളത് അവർക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ട്. അതായത് ഐക്യമുന്നണികളെ സംബന്ധിച്ചായാലും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൃത്രിമം കാണിച്ചുകൊണ്ടായാലും ജനങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ ഭരണകൂടത്തിന്റെയും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മറ്റും സഹായത്തോടു കൂടി ഒരു പ്ലാൻ ബി അവതരിപ്പിച്ച് അവരുടെ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളൂ. അപ്പൊ അത് കേരളത്തിനെ സംബന്ധിച്ചും കേരളം മാത്രം അതിൽ നിന്ന് വിമുക്തമാണെന്ന് കുറെ നിഷ്കളങ്കർ ഇവിടെ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളും ഒക്കെ ഇതിന് താങ്കൾ തന്നെ ഇത് അത്ഭുതം കൂറുമ്പോൾ നമ്മളുടെ നിരവധി ചർച്ചകളിൽ ഞാൻ ഇത്തരം ഒരു പ്ലാൻ ബി യെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. കാരണം നമുക്ക് അതിന്റെ അനുഭവമുണ്ട്. അപ്പൊ കേരളം മാത്രം വട്ടപൂജ്യം കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു അവസ്ഥയിലല്ല ഇന്ന് RSS BJP യൂണിയൻ സർക്കാർ. ഇത് വളരെ കൃത്യമാണ്. ഇത് നമ്മൾ യാതൊരു ഒരു കാപട്യവും ഇല്ലാതെ മലയാളി തിരിച്ചറിയേണ്ടതാണ്. ന്യായമായ, നിയമപരമായ, ഭരണഘടനാപരമായ, ശരിയായ, നീതിയുക്തമായ തെരഞ്ഞെടുപ്പിലൂടെ മാത്രമല്ല BJP രാഷ്ട്രീയ അധികാരം പിടിക്കുന്നത് എന്ന വസ്തുത മലയാളി വ്യക്തമായി തിരിച്ചറിയേണ്ട സന്ദർഭമാണ്. അതുകൊണ്ട് ഞാൻ താങ്കൾ ഈ പറഞ്ഞത് കുറച്ച് വൈകിയെങ്കിലും അതുണ്ടായിരുന്നു നന്നായി. കാരണം താങ്കൾ ഈ പറയുന്നത് ഒരു വശം മാത്രമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രക്രിയയിൽ എന്താണ് RSS BJP കേരളത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നതിനെ കുറിച്ച് യാതൊരു സൂചനയും കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ മതനിരപേക്ഷ പ്രതിപക്ഷവും മിണ്ടുന്നില്ലല്ലോ. അവര് പൂർണ്ണ വിശ്വാസത്തിലാണല്ലോ ജനങ്ങളടുത്ത് പോകുന്നത്. കോൺഗ്രസ് ആയാലും CPM ആയാലും ആർക്കും ഒരു പ്രശ്നവുമില്ല. കേരളത്തിൽ നല്ല തെരഞ്ഞെടുപ്പിൽ SIR ഇല്ല, വളരെ സുഗമമായ വയലൻസ് ഇല്ല, നമ്മളുടെ തെരഞ്ഞെടുപ്പ് നീതിയുക്തം. ബംഗാളിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒക്കെ ഉള്ള പോലെ അതിനെന്താണ് ഈ പ്രത്യേക സൗജന്യത്തിന് മലയാളിയോട്? എന്താണ് RSSനും BJPക്കും? ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയം
ആഴത്തിലുള്ള രാഷ്ട്രീയം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ ഉറക്കം നടിച്ചിരിക്കുകയാണെങ്കിൽ കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾ അവരെ ആ ഉറക്കം നടിക്കുന്നവരെ പിടിച്ചുണർത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ താങ്കൾ ഞാനും ഇവിടെ ഏർപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത് നമുക്ക് വ്യക്തമായിരുന്നു. കാരണം അവരുടെ ഈ 11, 11, 10 സീറ്റുകൾ ഇന്ന് തുടങ്ങിയതല്ല. ഈ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ മുതൽ ഞാനും താങ്കളും തമ്മിൽ ഓരോ മണ്ഡലങ്ങൾ അനുസരിച്ച് നമ്മൾ അവരുടെ എ ക്ലാസ് മണ്ഡലം എന്ന രീതിയിൽ നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് 10 സീറ്റ് അവർക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ജനിപ്പിക്കുന്നത്? പ്രതീക്ഷ ജനിപ്പിച്ചിട്ട് ഈ വട്ടപ്പൂജ്യം കിട്ടുന്നതിന്റെ നിരാശ അവർ ചോദിച്ചു വാങ്ങൂ. 10 പറഞ്ഞു, ഞങ്ങൾക്ക് 0 കിട്ടി എന്ന് പറയാൻ BJP അധികാരത്തിലുള്ള യൂണിയൻ സർക്കാരും കേരളത്തിലെ BJP നേതൃത്വവും രാജീവ് ചന്ദ്രശേഖരനും തയ്യാറായിരിക്കുമെന്നാണോ താങ്കൾ കരുതുന്നത്? അവർ ഇത് പറഞ്ഞ് ഈ ആഖ്യാന സൃഷ്ടി വളരെ കാലമായി കേരളത്തിൽ നടക്കുന്നു. കേരളത്തിലെ CPM-ഉം കോൺഗ്രസിനും അത് പ്രശ്നമല്ല. അവർക്ക് ഈ രാഷ്ട്രീയം ഇനിയും ഇതിന്റെ ഉള്ളുകളിലേക്ക് കടക്കാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ വലിയ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയട്ടെ. അപ്പോൾ ഈ ഇലക്ഷൻ മൺഡേയില് വോട്ടിംഗ് വോട്ടെണ്ണൽ നടക്കുകയാണ്. ഇന്ന് ഫ്രൈഡേ അല്ലെങ്കിൽ ഇന്നലെ തേഴ്സ്ഡേ മുതൽ ഈ നെറേറ്റീവ് കൊണ്ടുവരുന്നതിന്റെ എന്താണ് ഇതിന്റെ സംഗതി? എന്താ ഇപ്പൊ അവരെ ക്ഷമിക്കണം ചെറിയാൻ, വീണ്ടും വീണ്ടും ഞാൻ ഈ നരേറ്റീവ് ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. താങ്കളോട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് ഇവിടെ. ഒരു പ്ലാൻ ബി BJPക്ക് ഉണ്ട്. അത് എങ്ങനെ പുറത്തെടുക്കും? അവർ ഈ 2 സർവേ, ഈ നമ്മളുടെ 5 സർവേകൾ 2 ദിവസം മുമ്പ് വന്നതോടുകൂടി അവർക്ക് ആ വ്യാഖ്യാനം അല്ലെങ്കിൽ ആ ആഖ്യാനം, ആ നരേറ്റീവ് ജനങ്ങൾ പെട്ടെന്ന് മറന്നുപോയോ എന്നൊരു സംശയം തോന്നി. കാരണം ഏതോ ഒരു ചാനൽ മാത്രമാണ് അവിശ്വസനീയമാവണ്ണം 7 തൊട്ട് 11 സീറ്റ് വരെ BJPക്ക് സാധ്യതയുണ്ടെന്ന് അത് നമ്മൾ ശ്രദ്ധിച്ചു. പല മലയാളികളും ശ്രദ്ധിച്ചില്ല. അത് ഏതോ BJPയുടെ പൈസ വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും ചാനലായിരിക്കും. തികച്ചും കേരളത്തിന്റെ രാഷ്ട്രീയം അറിയുന്ന, കേരളത്തിലെ BJPയുടെ ജനപിന്തുണ അറിയുന്ന ആരും വിശ്വസിക്കാത്ത ആ വലിയ നുണ ഒരെണ്ണത്തിൽ കയറ്റിയത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ശ്രദ്ധിച്ചില്ലേ? അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിരുന്നു 7, 11. അപ്പൊ എന്നിട്ടും ബാക്കിയുള്ളതിലൊന്നും 0.3 എന്ന് കണ്ടപ്പോൾ അവർ ഒരു പുതിയ ആഖ്യാനം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞ് അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന അട്ടിമറിക്ക് ഒരു വ്യാഖ്യാനം ഇപ്പോഴെ സെറ്റ് ചെയ്യണ്ടേ? അപ്പൊ നമ്മളുടെ പ്രശ്നമാണ്, നമ്മൾ മണ്ടന്മാരാണെന്ന് സ്വയം നടിച്ചുകൊണ്ടിരിക്കുകയും അവർ വളരെ ബുദ്ധിപൂർവ്വം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്ന 2, 3 പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട സർവേയുടെ ഉദ്ദേശം കേരളത്തിൽ BJPയെ ഒരു നിർണായക ശക്തിയായി വരുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള മുൻ ഒരുക്കങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാം. അത് വിജയിക്കുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്ന അവർ മാത്രമല്ല, കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളുടെ ജാഗ്രതയും ജനങ്ങളുടെ ജാഗ്രതയായിരിക്കും ആ തിരുമതി നടക്കാതെ പോവുകയാണ്. അല്ലാതെ അവർ ശ്രമിക്കാതെ പോവുകയാവില്ല, ഉറപ്പാണ് കാര്യം. You take my word. You take my word. Take my word. ഏഷ്യാനെറ്റിലെ ഡിസ്കഷനിൽ അവർ പറയുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് മൊത്തം UDF-ന് പോകുന്നു നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നതാണോ ചോദ്യം. അത്തരത്തിലുള്ള മണ്ടൻ ചാനൽ ചർച്ചകൾ നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നവർക്ക് അതിനൊന്നും ഞാൻ തയ്യാറല്ല. ഏഷ്യാനെറ്റ് ചാനലിൽ എന്തെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഞാൻ വാസ്തവത്തിൽ BJPയുടെ എക്സ്പെക്ടേഷൻ പറയുവാണ്. നമുക്ക് ഏഷ്യാനെറ്റിനെ ഒന്നും ആശ്രയിക്കാൻ സ്വന്തമായി രാഷ്ട്രീയ വിശകലനത്തിനുള്ള പോപ്പുണ്ട്. അതാദ്യം നമുക്ക് തീരുമാനിക്കും. കാരണം അതുകൊണ്ട് അവര് പറയുന്ന അനുസരിച്ചല്ല എന്റെ രാഷ്ട്രീയ വിശകലനം ആദ്യം തന്നെ. 2, നമുക്ക്